ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നവ്യയും അനാമികയും തമ്മിൽ വാക്കുതർക്കം ഉണ്ടാവുമായിരിക്കും ചെയ്യുന്നത്. ആ സമയം നവ്യ ആണെങ്കിലും പറയുന്നുണ്ട്, നീ ഇനി എന്നെ എന്തെങ്കിലും പറഞ്ഞാൽ അതിൻ്റെ ഇരട്ടിയായിട്ട് ഞാൻ അങ്ങോട്ട് തിരിച്ചു പറയും, എന്നെ നിനക്ക് അറിയാമല്ലോ, അതുകൊണ്ട് നീ ഒന്നും പറയാതിരിക്കുന്നതാണ് നല്ലത് എന്നൊക്കെ ഇങ്ങനെ പറയായിരിക്കും. അപ്പോൾ അനാമികയാണെങ്കിലും ഒട്ടും വിട്ടു കൊടുക്കുന്നുണ്ടാവില്ല. നവ്യ അടുത്താണെങ്കിലും പറയായിരിക്കും, അഷ്ടിക്ക് വകയില്ലാഞ്ഞിട്ടല്ലടി നീ ആ തറവാട്ടിൽ വീണ്ടും വീണ്ടും ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നത്, നിനക്ക് നിൻ്റെ വീട്ടിൽ പോയി ഇരുന്നൂടെ എന്നിങ്ങനെ പറയായിരിക്കും. ആ സമയം നമ്മുടെ നവ്യ ആണെങ്കിലും പറയുന്നുണ്ട്, ഞാൻ എന്തിന് എൻ്റെ വീട്ടിൽ പോകേണ്ട ആവശ്യം, എന്നെ കല്യാണം കഴിച്ചുകൊണ്ടുവന്ന വീട് ഇതല്ലേ, അത് മാത്രമല്ല അബിയുടെ കുഞ്ഞ് എൻ്റെ വയറ്റിൽ വളരുന്നുമുണ്ട്, എനിക്ക് അതുകൊണ്ട് അവിടെ നിൽക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. പക്ഷെ നിൻ്റെ കാര്യം അങ്ങനെയാണോ, എനിക്ക് നിന്നെ ഇഷ്ടം പോലും അല്ല, പിന്നെ എന്താണ് നിനക്ക് നിൻ്റെ വീട്ടിൽ പോയിരുന്നൂടെ എന്നൊക്കെ ഇങ്ങനെ പറയായിരിക്കും. അങ്ങനെ പരസ്പരം ഭയങ്കര തർക്കങ്ങളും കാര്യങ്ങളൊക്കെ ആയിരിക്കും. നവ്യാണെങ്കിലും അനാമിക അടുത്ത് പറയായിരിക്കും, ആർക്കാണ് അഷ്ടിക്ക് വകയില്ലാത്തത് എന്ന് നീ എന്നെക്കൊണ്ട് പറയിക്കേണ്ട, ആ തറവാട്ടിലുള്ള സ്വർണ്ണം ആരും കാണാതെ നിൻ്റെ അച്ഛനും അമ്മയ്ക്കും കൊണ്ടു കൊടുത്ത് വിൽക്കാൻ നോക്കിയവളല്ലേ നീ എന്നിങ്ങനെ പറയുമായിരിക്കും. ആ സമയം അനാമികയാണെങ്കിലും പറയും, നിൻ്റെ വല്ല തെളിവുണ്ടോ ഞാനാണ് ആ സ്വർണ്ണം എടുത്തതെന്ന് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ നവ്യാണെങ്കിലും പറയുന്നുണ്ട്, എന്നാൽ പിന്നെ ഞാനായിരിക്കും എടുത്തത് അല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടാവും. അപ്പോൾ അനാമികയാണെങ്കിലും പറയുന്നുണ്ട്, അതെ നീ തന്നെ ആയിരിക്കും എടുത്തത്, നീ നിൻ്റെ അമ്മയും കൂടി ചേർന്നിട്ടായിരിക്കും മോഷ്ടിച്ചത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ നവ്യാണെങ്കിലും പറയുന്നുണ്ട്, എന്നാൽ നീ പോയി കേസ് കൊടുക്കടി, കേസ് കൊടുക്കുമ്പോൾ പലതും തെളിഞ്ഞോളും, ആരൊക്കെ ചേർന്നാണ് വല്യമ്മയ്ക്ക് അങ്ങനെ ഇങ്ങനെ വിഷമൊക്കെ കലർത്തി കൊടുത്തതെന്നൊക്കെ അറിഞ്ഞോളൂ എന്നൊക്കെ ഇങ്ങനെ പറയായിരിക്കും. നീയും നിൻ്റെ അമ്മയും നിൻ്റെ അച്ഛനും അതുപോലെ തന്നെ അബിയുടെ അമ്മയും ചേർന്നിട്ടാണ് ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാടി എന്നൊക്കെ ഇങ്ങനെ പറയുമായിരിക്കും. എന്നിട്ടാണെങ്കിലും നന്ദുവിനെ എടുത്ത് ഇതിലേക്ക് വലിച്ചിടുന്ന സമയത്ത് നവ്യാണെങ്കിലും പറയുമായിരിക്കും, നന്ദു ഇനിയും നീ ഇങ്ങനെയൊക്കെ സംസാരിച്ചെന്നുണ്ടെങ്കിൽ നന്ദുവിൻ്റെ കയ്യിൽ നിന്ന് നിനക്ക് കണക്കിന് കിട്ടും, അതുപോലെ എനിക്കും വേണമെങ്കിൽ തരാനൊക്കെ അറിയാം, ഇനി നന്ദുവിൻ്റെ അടുത്ത് നീ എന്തെങ്കിലും മെക്കിട്ട് കയറാൻ പോ, അവൾ നിന്നെ വീട്ടിൽ വന്ന് തല്ലും, വേണ്ടി വന്നാൽ നിൻ്റെ അച്ഛനെ അമ്മേനെയും തല്ലും എന്നൊക്കെ ഇങ്ങനെ ഭീഷണിപ്പെടുത്തുമായിരിക്കും. പിന്നെ അവിടുന്ന് രണ്ടുപേരും തർക്കങ്ങളൊക്കെ കഴിഞ്ഞ് അവിടുന്ന് പിരിയായിരിക്കും. പിന്നീട് കാണിക്കുന്നത് അബിയായിരിക്കും. അബിയാണെങ്കിൽ ആകെ അവശ നിലയിൽ കാലും വയ്യാണ്ട് ഞൊണ്ടി ഒരു ചായക്കടയിൽ എത്തുമായിരിക്കും. അപ്പോൾ അവരുടെ അടുത്താണെങ്കിൽ പറയുമായിരിക്കും, എൻ്റെ ഫോണും മിസ്സായി, അതുപോലെ തന്നെ ഒന്നും പൈസയും പേഴ്സും ഒന്നും കാണാനില്ല, ഞാനവിടെ മരച്ചോട്ടിൽ കിടന്ന് ഉറങ്ങുമായിരുന്നു, എൻ്റെ കൂടെ വന്നവർ മലയ്ക്ക് പോയി, ഞാനപ്പോൾ അവിടെ പെട്ടുപോയതാണ്, എനിക്ക് പോകാൻ കഴിയാതെയായി, ഉറങ്ങി എഴുന്നേറ്റ് നോക്കുമ്പോൾ തന്നെ എൻ്റെ എല്ലാം മിസ്സായി, അതുകൊണ്ടാണ് എന്നെ ഒന്ന് സഹായിക്കണം, എനിക്ക് ഭക്ഷണം തരണം, ഞാൻ അയ്യപ്പസ്വാമിയാണ്, എനിക്കിങ്ങനെ പോകാൻ പറ്റാത്തത് കൊണ്ടായിരുന്നു, പക്ഷേ ഇങ്ങനെയൊന്നും ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചതല്ല, ഞാൻ മൂർത്തി സാറിൻ്റെ പേരക്കുട്ടിയാണ്, നിങ്ങൾക്ക് എനിക്ക് ഭക്ഷണം തരാൻ പറ്റുമോ, ഞാൻ അവർ വന്നു കഴിയുമ്പോൾ എത്ര വേണമെങ്കിലും പൈസ നിങ്ങൾക്ക് ഇരട്ടിയായിട്ട് തിരിച്ചു തരാം എന്നൊക്കെ ഇങ്ങനെ പറയുന്ന സമയത്ത് അവിടെയുള്ള ചായക്കടയിലുള്ള ആൾക്കാരാണെങ്കിൽ ചിരിക്കുകയായിരിക്കും, നിനക്ക് നാണമില്ലേ ഇങ്ങനെ മൂർത്തി സാറിൻ്റെ പേരക്കുട്ടിയാണെന്നൊക്കെ പറയാൻ എന്നൊക്കെ ഇങ്ങനെ പറയുമായിരിക്കേ. അവർ ശരിക്കും അബി നുണ പറയുകയാണ് എന്നുള്ള ഒരു ധാരണയിലാണ്. എന്നിട്ട് പിന്നെ കുടിക്കാൻ കുറച്ച് വെള്ളമെങ്കിലും തരുമോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ കുറച്ച് എന്നാൽ പിന്നെ ഒരു വെള്ളം കുടിച്ചോ എന്ന് പറഞ്ഞ് വെള്ളം കൊടുക്കുമായിരിക്കും. എന്നിട്ട് പിന്നെ അവിടുന്ന് വേറെ രക്ഷയൊന്നുമില്ല എന്നറിയുമ്പോൾ അവിടുന്ന് അബി വേറെ സ്ഥലത്തേക്ക് പോവുമായിരിക്കും. ശേഷം കാണിക്കുന്നത് നയനയായിരിക്കും. അവിടെ അച്ഛനും അതുപോലെ തന്നെ കനകയും അതുപോലെ നന്ദു ഉണ്ടാവും. അപ്പോൾ നന്ദു ആണെങ്കിലും പറയുന്നുണ്ട്, ചേച്ചിയെ അന്ന് അമ്പലത്തിൽ വെച്ചിട്ട് അമ്മ കണ്ടിട്ട് ഒന്നും പറഞ്ഞില്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ കനകയാണെങ്കിലും പറയുന്നുണ്ട്, ചോദിച്ചു മോളെ, പക്ഷേ എന്താണ് അസുഖം എന്നൊക്കെയാണ് ചോദിച്ചത് എന്നൊക്കെ ഇങ്ങനെ പറയുമായിരിക്കും. അപ്പോൾ നമ്മുടെ കനകയാണെങ്കിലും പറയുന്നുണ്ട്, അത് മാത്രമല്ല ജലജ ഉണ്ടായിരുന്നു, ജലജ ചോദിച്ചത് ഇവള് നവ്യെ പോലെ പ്രഗ്നൻ്റ് ആണോ എന്നിങ്ങനെ ചോദിച്ചോ എന്നൊക്കെ ഇങ്ങനെ പറയുമായിരിക്കും. അപ്പോൾ ഗോവിന്ദാണെങ്കിലും പറയുന്നുണ്ട്, അല്ലെങ്കിലും ജലജയുടെ സ്വഭാവം അറിയില്ലേ, അവരെന്തെങ്കിലും പറഞ്ഞോട്ടെ, അവരുടെ വായിൽ നിന്ന് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അല്ലേ വരുള്ളൂ, നല്ല വർത്തമാനങ്ങളൊന്നും വരില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുമായിരിക്കും. കനകയാണെങ്കിലും പറയുന്നുണ്ട്, അന്ന് ആദർശിൻ്റെ അമ്മ ചോദിച്ചായിരുന്നു, ഞാൻ മോളെ പിടിച്ചുകൊണ്ട് നടക്കുന്നത് കണ്ടിട്ട് എന്താണ് വയ്യേ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, എന്താണ് ഇവൾക്ക് പറ്റിയത്, എന്താണ് അസുഖം എന്നൊക്കെ ചോദിച്ചപ്പോൾ വൈറൽ ഫീവർ എന്ന് പറഞ്ഞിട്ടാണ് ഒഴിഞ്ഞു മാറിയത് എന്നൊക്കെ ഇങ്ങനെ പറയുമായിരിക്കും. കൂടുതലൊന്നും ചോദിച്ചിട്ടില്ല, ഇനിയിപ്പോൾ വല്ല സംശയം തോന്നിയൊന്നും അറിയില്ല എന്നൊക്കെ ഇങ്ങനെ പറയുമായിരിക്കും. അപ്പം നമ്മുടെ നന്ദു ആണെങ്കിലും പറയുന്നുണ്ട്, അതിന് കരള തന്നത് ചേച്ചിയാണെന്ന് അറിയില്ലല്ലോ, ഇനിയിപ്പോൾ അവരുടെ സ്വഭാവമൊക്കെ വെച്ചിട്ട് അത് ആ ചേച്ചിയാണ് കൊടുത്തതെന്ന് അറിയുമ്പോൾ ചിലപ്പോൾ ആ കരൾ വേണമെങ്കിൽ പറിച്ച് കളയായിരിക്കും, അത്രയ്ക്ക് ദേഷ്യമല്ലേ ചേച്ചിയോട് അവർക്ക് എന്നൊക്കെ ഇങ്ങനെ പറയുമായിരിക്കും. അപ്പോൾ കനകയാണെങ്കിലും പറയുന്നുണ്ട്, അങ്ങനെയൊന്നും ആവാതിരുന്നാൽ മതിയായിരുന്നു, മോളാണ് അവർക്ക് കരൾ കൊടുത്തതെന്ന് അറിയുമ്പോൾ മോളോട് ഇത്തിരി സ്നേഹമെങ്കിലും തോന്നിയാൽ മതിയായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടാവും. പിന്നീട് കാണിക്കുന്നത് ദേവ്യാനി ആയിരിക്കും. ദേവ്യാനി ആണെങ്കിൽ ഇങ്ങനെ ഓരോന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും, അന്ന് അമ്പലത്തിൽ പോകുമ്പോൾ ഉണ്ടായിരുന്ന കാര്യങ്ങളും ആ നയനയ്ക്ക് വയ്യാത്ത കാര്യങ്ങളും എല്ലാം ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും, എന്തായിരിക്കും അവൾക്ക് പറ്റിയത് എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും മുത്തശ്ശനും
മുത്തശ്ശിയും കടന്നു വരുന്നത്. അപ്പോൾ മുത്തശ്ശൻ്റെ അടുത്തും മുത്തശ്ശീൻ്റെ അടുത്തും പറയുന്നുണ്ട്, ആദർശ് വിളിച്ചിട്ടുണ്ടായിരുന്നു, അവർ മല കയറിയിട്ട് ഇറങ്ങിയിട്ടുണ്ട്, ഇപ്പോൾ വിളിച്ചിട്ടുണ്ടായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുമായിരിക്കും. അത് മാത്രമല്ല, അതിനോടുകൂടി ആ സമയം നമ്മുടെ ദേവയാനി മുത്തശ്ശൻ്റെ അടുത്തും മുത്തശ്ശീൻ്റെ അടുത്തും ചോദിക്കുകയായിരിക്കും, നയന ഇവിടെ ഉള്ളപ്പോൾ സ്വർണ്ണം കാര്യങ്ങളൊക്കെ കൊടുത്താൽ അത് കുഴപ്പമില്ലയെന്ന് വിചാരിക്കുക, പക്ഷേ അവളുടെ വീട്ടിൽ പോയി ഇങ്ങനെ കൊടുക്കേണ്ട ആവശ്യം എന്താണ്, അതിലെന്തെങ്കിലും കാര്യമുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയായിരിക്കും. അപ്പോൾ മുത്തശ്ശിയാണെങ്കിലും പറയുന്നുണ്ട്, ആ മോൾക്ക് ഈ വീട് മടുത്തോന്നൊരു തോന്നൽ, അതുകൊണ്ടാണ് ഞങ്ങൾ അങ്ങോട്ട് പോയിട്ട് ഈ കാര്യങ്ങളൊക്കെ കൊടുത്തത്, ഇവിടുത്തെ ജീവിതം അങ്ങനെയാണല്ലോ അവളുടെ എന്നൊക്കെ ഇങ്ങനെ പറയുമായിരിക്കും. അപ്പം നമ്മുടെ ദേവയാനിയാണെങ്കിലും പറയുന്നുണ്ട്, അതിന് അവൾ ഇവിടെ നിൽക്കണമെന്ന് നിങ്ങൾക്ക് എന്താ ഇത്രയ്ക്ക് താല്പര്യം എന്നൊക്കെ ചോദിക്കുമ്പോൾ മുത്തശ്ശനാണെങ്കിലും പറയുന്നുണ്ട്, മറ്റ് രണ്ട് മരുമക്കളെ പോലെയല്ല അവളാണ്, നയനയാണ് ഈ വീടിന് യോജിച്ച മരുമകൾ, ഈ വീടിലെ എല്ലാ സന്തോഷവും നിലനിർത്താൻ അവൾ മാത്രം ഇവിടെ ഉണ്ടായാൽ മതി, അവൾ ഇവിടെ ഇല്ലാത്തതിൽ ഞങ്ങൾക്ക് ഭയങ്കര സങ്കടമുണ്ട്, എത്രയും പെട്ടെന്ന് മോളിങ്ങോട്ട് വരണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം എന്നൊക്കെ ഇങ്ങനെ പറയുമായിരിക്കും. അപ്പോൾ മുത്തശ്ശിയാണെങ്കിലും പറയുന്നുണ്ട്, നീ എത്രയും വേഗം അവളെ വരാനായിട്ട് പറയണം എന്നൊക്കെ പറയുമ്പോൾ ദേവയാനിയാണെങ്കിൽ ഞാൻ പറയില്ല, ഞാൻ പറയേണ്ട ആവശ്യം എന്താ. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, നീ പറഞ്ഞിട്ടല്ലേ അവളോടെ പോയി നിൽക്കുന്നത്, അപ്പോൾ നീ പറഞ്ഞാലല്ലേ അവൾ വരുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയുമായിരിക്കും. അപ്പോൾ ദേവയാനിയാണെങ്കിലും പറയുന്നുണ്ട്, അങ്ങനെ ഞാൻ ഒരിക്കലും അവളെ വിളിക്കാൻ പോകുന്നില്ല, അവൾക്ക് ഇവിടെ വരണം എന്നുണ്ടെങ്കിൽ അവൾ തന്നെ വന്നോട്ടെ എന്നൊക്കെ ഇങ്ങനെ പറയുമായിരിക്കും. അപ്പോൾ മുത്തശ്ശിയാണെങ്കിലും പറയുന്നുണ്ട്, നിനക്ക് അവളുടെ നന്മയൊന്നും തിരിച്ചറിയാത്ത കൊണ്ടാണ് എന്നൊക്കെ പറയുമ്പോൾ ദേവയാനിയാണെങ്കിലും പറയുന്നുണ്ട്, അതിന് മാത്രം അവൾ എന്താ ഇത്ര നന്മ ചെയ്തത് എന്നിങ്ങനെ ചോദിക്കുകയായിരിക്കും. അപ്പോൾ മുത്തശ്ശനാണെങ്കിലും പറയുന്നുണ്ട്, നീ ഓഫീസിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിച്ച് നോക്കി നോക്ക്, അത്രയും പ്രോഫിറ്റ് കിട്ടാൻ ഒറ്റ ഒരു കാരണം നയനമോളാണ്, നിനക്ക് അവളുടെ നന്മകളൊന്നും ഇതുവരെ തിരിച്ചറിയാൻ കഴിയാത്തത് കൊണ്ട് മാത്രമാണ് നീ ഇങ്ങനെ സംസാരിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുമായിരിക്കും. അപ്പോൾ മുത്തശ്ശിയാണെങ്കിലും പറയുന്നുണ്ട്, അവളെ എപ്പോഴും വിളിക്കാറുണ്ട്, എപ്പോൾ വിളിക്കുമ്പോഴും നിൻ്റെ കാര്യം മാത്രമേ ചോദിക്കാറുള്ളൂ ദേവയാനി, നിനക്ക് ഇപ്പോൾ എങ്ങനെയുണ്ട് എന്നുള്ള കാര്യം, അല്ലാതെ അവൾക്ക് വേറൊരു കാര്യം അറിയണ്ട, എപ്പോഴും അമ്മയുടെ കാര്യങ്ങൾ മാത്രമാണ് ചോദിക്കാറ്, അത്രയ്ക്ക് നിന്നോടൊത്തൊരു സ്നേഹമാണ് അവൾക്ക്, ആ ഒരു സ്നേഹം പോലും നീ തിരിച്ചറിയുന്നില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ വീണ്ടും ദേവയാനി പറയുന്നുണ്ട്, അതിന് മാത്രം എന്താണ് അവൾക്ക് ഇത്രയ്ക്ക് ഉള്ളത് എന്നൊക്കെ ഇങ്ങനെ പറയുന്ന സമയത്ത് മുത്തശ്ശനാണെങ്കിൽ ഒരു സൂചന കൊടുക്കുകയായിരിക്കും, അത് നിനക്ക് ഇപ്പം മനസ്സിലാവില്ല, പിന്നീട് മനസ്സിലായിക്കോളും, നിനക്ക് ജീവൻ വേണമെങ്കിൽ കൂടി അവൾ പകുത്തു നൽകും, അത്രയ്ക്ക് നന്മയുള്ള കുട്ടിയാണ് അവൾ എന്നിങ്ങനെ പറയുമായിരിക്കും. എന്നിട്ട് പിന്നെ അവരവിടെ നിന്ന് പോവുമായിരിക്കും മുത്തശ്ശനും മുത്തശ്ശിയും. അപ്പോൾ നമ്മുടെ ദേവയാനി ആണെങ്കിൽ മുത്തശ്ശൻ പറഞ്ഞ ഒരു കാര്യം ഇങ്ങനെ ആലോചിക്കുകയായിരിക്കും, ജീവൻ വേണമെങ്കിലും പകുത്തു നൽകുക എന്ന് പറയുമ്പോൾ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ആലോചിക്കുകയായിരിക്കും, ആ പറഞ്ഞ കാര്യങ്ങൾ തന്നെ വീണ്ടും വീണ്ടും റിവൈൻഡ് ചെയ്ത് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും നമ്മുടെ ദേവയാനി. അത് കഴിഞ്ഞ് നയനയാണെങ്കിൽ ആദർശിനെ ഫോൺ വിളിച്ച് ചോദിക്കുകയായിരിക്കും, എന്തായി നിങ്ങളിപ്പോൾ എവിടെ എത്തി എന്നൊക്കെ അന്വേഷിക്കുകയായിരിക്കും. ആ സമയം അവയുടെ കാര്യം അറിയുന്ന സമയത്ത് നയനയാണെങ്കിലും പറയുന്നുണ്ട്, എന്നാലും ഒറ്റയ്ക്ക് ആ ഒരു കാട്ടിൽ വിട്ടിട്ട് പോകണ്ടായിരുന്നു, ഏതെങ്കിലും നല്ല സേഫായ സ്ഥലത്ത് ഇരുത്തിയിട്ട് പോകായിരുന്നില്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുമായിരിക്കും. അപ്പോൾ ആദർശാണെങ്കിലും പറയുന്നുണ്ട്, എല്ലാം അവൻ്റെ ചെയ്തതിനുള്ള ഇതാണ് കിട്ടുന്നത്, അവൻ വ്രതം പോലും എടുത്തില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുമായിരിക്കും. അത് കഴിഞ്ഞ് പിന്നെ കോള് കട്ട് ചെയ്യുമായിരിക്കും. എന്നിട്ട് പിന്നെ ആദർശവും അതുപോലെ അവർ അനിയും അതുപോലെ ജയനും ഒക്കെ ഉണ്ടാവുമല്ലോ, അവർ 4 പേരും പറയുന്നുണ്ടാവും, അവനെ ഇനി ഇങ്ങോട്ട് മലയ്ക്ക് കൊണ്ടുവരാനേ പാടില്ല, അവൻ ഒരു വ്രതം എടുക്കില്ല, അതേസമയം അച്ഛൻ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അവനെല്ലാം ചെയ്തേനെ, അവൻ ചെയ്തേനാണ് അവനിപ്പോൾ കിട്ടിയത്, അവൻ എവിടെയാണോ എന്തോ ഫോൺ വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്നൊക്കെ ഇങ്ങനെ ആദർശാണെങ്കിലും പറയുന്നുണ്ടാവും. പിന്നീട് കാണിക്കുന്നത് അബിയായിരിക്കും. അബിയാണെങ്കിൽ ഒരു ഹോട്ടലിൽ നിന്ന് ഭയങ്കര ഭക്ഷണം കഴിപ്പായിരിക്കും, എഗ് ഓംപ്ലേറ്റ് ഒക്കെ ഇങ്ങനെ കൊടുത്ത സമയത്ത് അവിടെയുള്ള ഓണറാണെങ്കിലും പറയുന്നുണ്ട്, ഇതിപ്പോൾ രണ്ടാമത്തെ അല്ലേ എന്ന് അവിടെ ഒരു സെർവൻറ്റിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, അതെ രണ്ടാമത്തെ ആണെന്നൊക്കെ പറയുമായിരിക്കും. ഭയങ്കര കഴിക്കലായിരിക്കും. എന്നിട്ട് കഴിച്ച് കഴിഞ്ഞിട്ട് അവരുടെ അടുത്ത് പൈസ കൊടുക്കാവുന്ന സമയത്ത് ഇത്രയായി എന്ന് പറയുന്ന സമയത്ത് അബി ഇവിടുന്ന് ഓടാനായിട്ട് ശ്രമിക്കുമ്പോൾ നാട്ടുകാരൊക്കെ കൂടി അബിയെ പിടിച്ചുകൊണ്ട് വീണ്ടും കൊണ്ടുപോയിരിക്കും. എന്നിട്ട് പിന്നെ അവരുടെ അടുത്ത് പറയും, എൻ്റെ കയ്യിൽ കാശില്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ മിസ്സായി എന്നൊക്കെ പറയുമ്പോൾ അവരതൊന്നും വിശ്വസിക്കുന്നുണ്ടാവില്ല. എന്നിട്ട് പറയും, നീ ഇന്ന് ഇവിടുത്തെ പണിയെടുത്തോ, ഇവിടുത്തെ എച്ചിൽ പാത്രങ്ങളൊക്കെ കഴുകി ഒക്കെ കഴിഞ്ഞ് പോകുമ്പോൾ വേണമെങ്കിൽ കയ്യിലൊരു 150 രൂപ ഞാൻ തരാം, നീ ഇവിടുന്ന് ഉച്ചയ്ക്കും രാത്രിയൊക്കെ ഭക്ഷണം കഴിച്ചോ എന്നൊക്കെ പറഞ്ഞ് അവിടുത്തെ ആ ഒരു പണിക്കാരനാക്കിയിട്ട് അബി അവിടെ നിർത്തുമായിരിക്കും. അപ്പോൾ പിന്നെ ഇങ്ങനെ ടേബിളിങ്ങനെ തുടച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കുറച്ച് പോലീസുകാർ ആ ഹോട്ടലിൽ വരികയായിരിക്കും. എന്നിട്ട് പിന്നെ അബിയെ കാണുമ്പോൾ ഇവിടെ ഇങ്ങ് ഇവനെ കണ്ടിട്ടില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ചോദിക്കുമ്പോൾ അവിടെയുള്ള ഓണറാണെങ്കിലും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയും കേട്ടോ, അവിടെ നടന്ന കാര്യങ്ങളൊക്കെ, ഭക്ഷണം കഴിച്ച് പൈസ ഇല്ലാതെ ഓടാൻ ശ്രമിച്ചതും ആ കള്ളത്തരം കാര്യങ്ങളൊക്കെ പറയുമ്പോൾ പോലീസുകാർക്ക് അബിയെ കാണുമ്പോൾ ഒരു സംശയം തോന്നുമായിരിക്കും. എന്നിട്ട് പറയും, അന്നത്തെ ആ ഒരു മോഷണ കേസിൽ ATM മോഷ്ടിച്ചവനെ പോലെ ഇല്ല ഇവനെ കാണാൻ എന്നിങ്ങനെ ഒരു സംശയം തോന്നിയിട്ട് കേരള ജീപ്പിൽ എന്ന് പറഞ്ഞ് അബിയെടുത്ത് പറയുമായിരിക്കും. അപ്പോൾ അബിയാണെങ്കിലും പറയുന്നുണ്ട്, ഞാനൊരു തെറ്റും ചെയ്തില്ലല്ലോ സാറേ, എന്നെ എന്തിനാണ് കൊണ്ടുപോകണേ, ഞാനൊന്നും ചെയ്തില്ല എന്നൊക്കെ പറയുമ്പോൾ പോലീസാണെങ്കിലും പറയുന്നുണ്ട്, അതൊക്കെ നമുക്ക് സ്റ്റേഷനിൽ പോയിട്ട് സംസാരിക്കുക, ഇപ്പം നീ വണ്ടി കയറട എന്ന് പറഞ്ഞ് പോലീസ് ജീപ്പിൽ കയറ്റി കൊണ്ടുപോയിരിക്കും നമ്മുടെ അബിയെ. അപ്പോൾ അബിയാണെങ്കിൽ ആകെ എന്താ ചെയ്യുക എന്നും പറഞ്ഞ് ടെൻഷൻ അടിച്ച് ആകെ അവശനായിട്ട് ഇങ്ങനെ ഇരിക്കുകയായിരിക്കും. അങ്ങനെയുള്ള അബിയെ കാണിച്ചുകൊണ്ടാണ് ഇന്ന്
വിശേഷങ്ങളിവിടെ അവസാനിക്കുന്നത്. കൂടുതൽ വിശേഷങ്ങൾ എത്രയും പെട്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഈ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ എത്രയും പെട്ടെന്ന് തന്നെ അടുത്ത എപ്പിസോഡിൻ്റെ വിശേഷങ്ങൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.